ഈ ഒരു ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒത്തിരി റിസർച്ച് നടന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ഫീൽഡാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറോപ്പത്തിയുടെ പോസിറ്റീവ് ഘടകങ്ങൾ, അലോപ്പത്തി മോഡേൺ മെഡിസിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ, കുറച്ച് ഹോമിയോപ്പത്തി, ഇതിൻ്റെ എല്ലാം ഹെർബൽ മെഡിസിൻ, ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫങ്ഷണൽ മെഡിസിൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് വരുന്ന അതെ, അതിൻ്റെ ഒരു വേറൊരു ലെവലാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ. ഇപ്പം ഞാൻ ഇൻറ്റഗ്രേറ്റീവ് മെഡിസിനാണ് എൻ്റെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അസുഖങ്ങൾ വരുമ്പം പേഷ്യൻസ് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രശ്നം മാത്രമായിരിക്കത്തില്ല. കാല് വേദനയായിട്ടായിരിക്കും ഒരാൾ വരുന്നത്. പക്ഷെ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് കാലുവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റമാണ്, അതായത് നമ്മുടെ മാംസപേശികളെയും എല്ലിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, അത് മാത്രമല്ല അവരുടെ പ്രശ്നം. ലിവർ ഫങ്ഷൻ ശരിയല്ല, അപ്പോൾ ദഹനം ശരിക്കും നടക്കുന്നില്ല, പിന്നെ ഷുഗർ കൂടുതലായിരിക്കും, അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഒരു സിസ്റ്റം മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഇത് ക്ലിയർ ആക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് പലപ്പോഴും മെഡിസിൻസ്, അലോപ്പത്തി മെഡിസിൻസും കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർക്ക് അവർ ഒരുപാട് മെഡിസിൻസും കഴിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കുറച്ച് പാർശ്വഫലങ്ങളും ഉണ്ടാവും, സൈഡ് ഇഫക്ട്സും ഉണ്ടാവും മെഡിസിൻസ്, ലോങ് ടേം മെഡിസിൻ യൂസേജിൻ്റെ. അപ്പം ഇതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇവർക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും. പല ആൾക്കാരുടെയും വിഷമം എന്താണെന്ന് പറയട്ടെ, ഒരു 10-20 ഗുളികയാണ് രാവിലെ കഴിക്കാനായിട്ട്, അല്ലെ ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ ഗുളികയെന്ന് പറയും. അപ്പം ആ ഒരു അവസരത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ദൈനംദിന ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു ആശയത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഫങ്ഷണൽ മെഡിസിനും നമുക്ക് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ പ്രത്യേകിച്ചും ഏറ്റവും പ്രസക്തമാകുന്നത്.